ഷോയുടെ മറ്റൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അർഹത നോക്കാതെ നിരവധി ടാലന്റുകളാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഇത് നിങ്ങളുടെ ടാലന്റുകൾ മാറ്റുരയ്ക്കാനുള്ള സ്ഥലം. തിയോഫനി ഗെയിം ഷോ. ഇത്തിരി നേരം ഒത്തിരി ചിന്തയുമായി തിയോഫനി ഗെയിം ഷോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2 റൗണ്ടൊക്കെ താണ്ടി ഇവിടെ എത്തിയവരാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. ക്വാർട്ടർ ഫൈനൽ ലെവലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഒരു ടെൻഷനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ടെൻഷൻ ഇല്ലാത്ത നല്ല ചിരിക്കുന്ന മുഖം മതി. നിങ്ങളുടെ പേരൊക്കെ ഞാൻ ചെറുതായിട്ട് മറന്നു തുടങ്ങി. നോക്കട്ടെ, നമുക്ക് പരിചയപ്പെടാം. വരാപ്പുഴ രൂപത സെന്റ് ആന്റണീസ് ചർച്ച് വടുതലയിൽ നിന്നെത്തിയ ഹീല മേരി ആൻഡ്രൂസ് ആൻഡ് ശ്രേയ ആന്റണി. നിങ്ങളാണ് ടീം എ. വെൽക്കം ടു ദി ഷോ. ആൻഡ് ടീം ബി, ചങ്ങനാശ്ശേരി അതിരൂപത സെന്റ് ജോൺസ് ചർച്ച് തെക്കേക്കരയിൽ നിന്നെത്തിയ ട്രീസ ടോം ആൻഡ് ക്രിസ്റ്റി ജോസഫ്. വെൽക്കം ടു ദി ഷോ. ആൻഡ് ടീം സി, തൃശൂർ രൂപത സെന്റ് ജോസഫ് ചർച്ച് പാറന്നൂരിൽ നിന്നെത്തിയ ലിയ വി എൽ ആൻഡ് സ്റ്റെഫി ഫിലിപ്പ്. വെൽക്കം ടു ദി ഷോ. ആൻഡ് ടീം ബി, എറണാകുളം അങ്കമാലി അതിരൂപത സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മുരിങ്ങൂരിൽ നിന്നെത്തിയ സച്ചിൻ ജോർജ് ആൻഡ് സാൻഡ്ര ജോർജ്. വെൽക്കം ടു ദി ഷോ. എല്ലാവർക്കും നിറയെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഓരോ റൗണ്ടുകളും ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോ നമുക്കും ഒരു സന്തോഷമാണല്ലേ. നമ്മുടെ പള്ളിയിലൊക്കെ എല്ലാവരും പറയുന്നത് തിയോഫനി ഗെയിം ഷോയ്ക്ക് പോകുന്ന കുട്ടികളാണ് കേട്ടോ. പറയാറുണ്ടോ അങ്ങനെ? പറയാറുണ്ടോ? പള്ളിയിലൊക്കെ അറിയപ്പെടുന്ന താരങ്ങളാണോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നും ഇല്ലാന്നല്ലേ. എന്തൊക്കെയാണ് ഇപ്പൊ 2 റൗണ്ട് കഴിഞ്ഞു, 3ാമത്തെ ക്വാർട്ടർ ഫൈനൽ ലെവലിൽ നിങ്ങൾ നിൽക്കുകയാണ്. എന്തായിരുന്നു ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻസ്? എന്തൊക്കെയാ പ്രിപ്പറേഷൻ? കുറച്ചുകൂടി എപ്പിസോഡുകൾ കണ്ടു യൂട്യൂബില്. പിന്നെ ബൈബിള് കുറച്ചുകൂടി വായിച്ചു. പിന്നെയോ? ഇവിടെയോ? ഇവിടെ ചിരി മാത്രമേ ഉള്ളൂല്ലോ. എന്തൊക്കെയാ കണ്ടു, ബൈബിൾ വായിച്ചു, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാ വന്നേക്കുന്നത് അല്ലേ. ഇവിടെയോ? ബൈബിള് വായിച്ചു, പ്രാക്ടീസ് ചെയ്തു, പ്രാർത്ഥിച്ചു. ഇവിടെയോ? ബൈബിള് വായിച്ചു, പ്രാർത്ഥിച്ചു. ടീം സി, എന്തായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? ഗെയിംസ് പ്രാക്ടീസ് ചെയ്തു, ബൈബിളൊക്കെ ഒന്ന് വായിച്ചു. നിങ്ങളല്ലേ ഫസ്റ്റ് റൗണ്ടില് ഏറ്റവും കൂടുതൽ ഹൈ സ്കോർ അല്ലേ? 600 പോയിന്റ്സ് ആയിരുന്നു ഒന്ന് നേടിയത് ഔട്ട് ഓഫ് 600. എനിക്ക് തോന്നുന്നു തിയോഫനി ഗെയിം ഷോയിലെ ഏറ്റവും കൂടുതൽ സ്കോർ നേടുന്നതും ഫുൾ സ്കോർ നേടുന്നതും നിങ്ങളാണെന്ന് തോന്നുന്നു അല്ലെ. ഫസ്റ്റ് റൗണ്ടിലായിരുന്നു. അപ്പൊ പ്രതീക്ഷിക്കാമോ? അറിയില്ല, ട്രൈ ചെയ്യാം അല്ലെ. ടീം ഡി, എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ് നിങ്ങളുടെ? ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഗെയിമൊക്കെ എപ്പിസോഡൊക്കെ യൂട്യൂബിൽ കണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്തു അല്ലേ. പക്ഷെ ഞങ്ങള് ഗെയിമൊക്കെ മാറ്റി, ഇനി പുതിയ ഗെയിം. അപ്പൊ പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത് വെറുതെ പോയില്ലേ? ഒരു കോൺഫിഡൻസ് കിട്ടും. അത് കറക്റ്റ് ആണ്. എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കുള്ളൂ. നമുക്കിത് ചെയ്യാൻ പറ്റുമോന്ന്. ചെയ്യാൻ പറ്റുമോ ഗെയിംസ് ഒക്കെ? ആർക്ക് ശബ്ദമില്ല കേട്ടോ. ചെയ്യാൻ പറ്റുമോ? പറ്റും. ആര് കൂടെ ഉണ്ടെങ്കിൽ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കങ്ങ് തുടങ്ങാം അല്ലെ. യെസ്, നമുക്കപ്പോ നെക്സ്റ്റ് നമ്മുടെ ലെവൽസ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ലെവലിലേക്ക് പോയാലോ? പോവാം, നമുക്ക് പോകാം. ലെവൽ 1. ലെവൽ 1 നിങ്ങളെ കാത്തിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ് കേട്ടോ. 1 മിനിറ്റ് ഗെയിമാണ്. നമ്മള് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ വരുമ്പോ ആരെയാ മുറുകെ പിടിക്കുക? ദൈവത്തെ, ഈശോയെ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കണം അല്ലെ. ഈ പൂച്ച ചാടുന്നുണ്ട്, എത്ര ഉയരത്തിൽ നിന്ന് ചാടിയാലും പൂച്ചയ്ക്ക് യാതൊന്നും സംഭവിക്കില്ല. കാരണം അത് 4 കാലിലാ വീഴുന്നത്. അതുപോലെ തന്നെ ദൈവമക്കള് എത്ര വീണാലും ഒന്നും സംഭവിക്കില്ല. കാരണം അവരെ താങ്ങാനായിട്ട് ദൈവമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗെയിമും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ 15 പെൻസിൽസ് ഉണ്ട്. ഈ പെൻസിൽസിന്റെ താഴെ എന്താ ഉള്ളത്? പെൻസിലിൽ എന്താ ഉള്ളത്? റബ്ബർ ഉണ്ട്. ഈ റബ്ബർ വെച്ച് നമ്മളിങ്ങനെ കുത്തി ചാടിക്കുകയാണ് ആ ഗ്ലാസ്സിലേക്ക് ഓരോ പെൻസിലിനെയും. 15 പെൻസിൽസ് ഉണ്ട്. 1 മിനിറ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഈ ഒരു ഗെയിം പ്രതിനിധാനം ചെയ്യുന്നത് ഇതാണ്. ഇപ്പോ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ളതാണ്. ഓരോ പ്രതിസന്ധികളും നമുക്ക് തരുന്നത് ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാനാണ്. അപ്പൊ ദൈവമാവുന്ന ഗ്ലാസ്സിലേക്ക് നമ്മൾ പ്രതിസന്ധിയിലൂടെ താഴെ ചാടിയാലും നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലണം. അതാണ് നമ്മുടെ ഗെയിം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഗെയിം?
എല്ലാവരും റെഡിയാണോ? റെഡി എന്ന് നല്ലൊരു ഉറച്ച ശബ്ദത്തിൽ പറയാതെ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യില്ല. ആർ യു റെഡി? നമുക്ക് പോകാം ഗെയിമിലേക്ക്. അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമാണ് ചെയ്യാൻ കഴിയുള്ളൂ. ആർക്കെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ചെയ്യാം. 50 points ആണ്. 1 minute ഗെയിം ആണ്. റെഡി? യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Seconds more. Time up. Team A 5 pencil ഇട്ടു അല്ലെ ഗ്ലാസ്സിലേക്ക്. ടീം ബി ഒരു രക്ഷയില്ല. ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റിയില്ല. ടീം സി 1 pencil ആൻഡ് ടീം ഡി വാട്ട് ഹാപ്പൻഡ്? പോയി, കയ്യിന്ന് പോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്നത് ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻസ് ടീം എ. എത്ര പോയിന്റ്സ് കിട്ടി? 50. യെസ്, ടീം എക്ക് ലഭിക്കുന്നു 50 points. സ്നേഹത്തിന്റെ, കരുതലിന്റെ, വിശ്വസ്തതയുടെ പര്യായം കുടുംബം. വയസ്സിൽ താഴെയുള്ള ദമ്പതികൾക്കായി ഇതാ ഗുഡ്നസ് ടിവി ഒരുക്കുന്ന ഒരു പുതുമയാർന്ന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ദമ്പതികൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9744155533. ഏദൻ തോട്ടം, ദ സിംബൽ ഓഫ് ലവ്. അങ്ങനെ ലെവൽ 1 അവസാനിക്കുമ്പോ നമ്മുടെ ടെൻഷൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞു അല്ലെ? അതിങ്ങനെ വന്ന് നിൽക്കുമ്പോഴല്ലേ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. ആർക്കും ടെൻഷനൊന്നും ഇല്ല അല്ലേ? അപ്പൊ എനിക്കാണോ ടെൻഷൻ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. സൺഡേ സ്കൂളിൽ ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലേക്കാ? പ്ലസ് ടുവിലാണ്. ഇവിടെയോ? 10th. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട്? എന്താ ബൈബിളില്? ഇപ്പോ ചിലര് പറയും അവർക്ക് പുതിയ നിയമമാണ് ഇഷ്ടം, ചിലർക്ക് പഴയ നിയമമാണ് ഇഷ്ടം. ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യായം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട്? ഉപമകൾ ഇഷ്ടം. ഉപമകൾ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപമ ഏതാ? നല്ല സമരിയാക്കാരന്റെ. എന്തുകൊണ്ടാ ആ ഉപമ ഇഷ്ടപ്പെടാൻ കാരണം? അല്ല, കുറെ മെസ്സേജുകൾ കിട്ടും. എന്താ? ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഒന്ന് പറയോ? എന്ത് മെസ്സേജാ തരുന്നേ നല്ല സമരിയക്കാരന്റെ ഉപമ? ശത്രു സ്നേഹത്തെ കുറിച്ച്. ശത്രുക്കളോട് പോലും സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചത് നല്ല സമരിയക്കാരന്റെ ഉപമയിലൂടെയാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ഒന്ന് പറയാമോ ആ ഉപമ? ഒരാള് ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അപ്പോ അവിചാരിതമായി കവർച്ചക്കാരുടെ കൈകളിൽ പെട്ടു. അദ്ദേഹത്തെ മർദ്ദിച്ച് അവര് കടന്നു കളഞ്ഞു. അപ്പൊ അതുവഴി ലേവായനും പുരോഹിതനും ഒക്കെ കടന്നുപോയി. പക്ഷെ ഒരു സമരിയാക്കാരൻ വന്ന് അദ്ദേഹത്തെ ശത്രുക്കളാണ് അവര്, ശുശ്രൂഷിച്ച്. ശത്രുക്കളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് പഠിച്ച ആൾക്കാർ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോ സമരിയാക്കാരും. അല്ല, ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. ഇല്ല, ബൈബിളിലില്ല. സമരിയാക്കാരും യഹൂദരും. അതെ, അങ്ങനെ യഹൂദരും അതും തമ്മിലുള്ള ശത്രുതയായിരിക്കും. അവര് തമ്മിലുള്ള ശത്രുതയല്ല, അതാണ് തെറ്റിദ്ധരിക്കും ചില സമയത്ത് പറയുമ്പോ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് കടന്നുപോയത് സമരിയാക്കാരൻ മാത്രമാണ്. നല്ല സമരിയാക്കാരന്റെ ഉപമ. നമ്മൾ നല്ല സമരിയാക്കാരായിരിക്കണം അല്ലെ? നല്ലൊരു ഉപമ തന്നെയാ പറഞ്ഞത്. നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ലെവലൊക്കെ കഴിഞ്ഞിട്ട് എത്താം. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. നമുക്ക് പോകാം ലെവൽ 2. ജീവിതത്തിൽ
ധാരാളം പ്രതിസന്ധികൾ നമുക്ക് വരാറുണ്ടല്ലേ. ഇപ്പോ ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രതിസന്ധികൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോ കുറച്ചും കൂടെ അങ്ങ് മുതിർന്നപ്പോ ജോലി കാര്യങ്ങൾ അങ്ങനെ 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 ജീവിതത്തിന്റെ പല പല മേഖലകൾ വരുമ്പോ പല പല പ്രതിസന്ധികളായിരിക്കും വരിക. ഇപ്പൊ വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലല്ലോ. പക്ഷെ നിങ്ങളുടെയൊക്കെ മുഖം കണ്ട എന്തൊക്കെയോ വലിയ ജീവിത ഭാരങ്ങൾ ഇങ്ങനെ താങ്ങുന്നവരെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ജീവിതത്തില് ധാരാളം പ്രതിസന്ധികൾ വരുമ്പോ ചിലപ്പോ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരൂലേ. ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, നമ്മുടെ കൂട്ടിന് വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ ഈശോ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് ഈശോയിൽ ആശ്രയിക്കുന്നവരുടെ കാര്യം. ആശ്രയിക്കാത്തവർക്കോ ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കൊണ്ടേയിരിക്കും, അവർക്ക് ആരും കൂട്ടുണ്ടാവില്ല, ഈശോ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈശോയുടെ കൂട്ടുപിടിച്ച് നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പോ നമ്മൾ ഒറ്റയ്ക്കാണ് കേട്ടോ നിന്ന് പോരാടാൻ പോകുന്നത്. നമ്മുടെ കയ്യില് ഈ ഒരു ബോൾ മാത്രമേ ഉള്ളൂ. 12 പ്രതിസന്ധികളാണ് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. 6 ബോട്ടിൽസ് ഇവിടെ, 6 ബോട്ടിൽസ് ഇവിടെ. അപ്പൊ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ച്, നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മളിവിടെ പ്രതിസന്ധികളെ നേരിടാൻ പോവാണ്. പ്രതിസന്ധികളെ ഓരോന്നായിട്ട് കളയണം. ഇവിടെ 6 ബോട്ടിൽസ് ഉണ്ട്, ഇവിടെയും 6 ബോട്ടിൽസ്. വെള്ളം നിറച്ച ബോട്ടിൽസ് ആണ്. അപ്പൊ കുറച്ച് ടഫാണ് പോവാനായിട്ട്. അപ്പൊ നമ്മളുടെ ഒരു ശക്തി വെച്ച് വേണം കളയാനായിട്ട്. ഈ ഒരു ബോൾ ഉപയോഗിച്ച് ഇത് നെറ്റിയിൽ വെച്ച് അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, അത് വെച്ചിട്ട് വേണം കളയാനായിട്ട് ഓരോന്നും. നിങ്ങൾക്ക് 1.5 മിനിറ്റ് ആണ് സമയം കിട്ടുക. 100 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാളാണ് വന്നത് ചെയ്യേണ്ടത്. ആരാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാ പിന്നെ വേഗം ഗെയിമിലേക്ക് നമുക്ക് പോവാം അല്ലെ. അപ്പൊ പ്രതിസന്ധികളെ നമ്മൾ ഒറ്റയ്ക്ക് നേരിടണം. നമ്മുടെ കൂടെ ആരുണ്ടാവും? ഈശോ ഉണ്ടാവും. അപ്പൊ ആരാ വരുന്ന ടീമേ? വരൂ. Yes, your time starts now. Seconds more. ടൈം അപ്പ്. എന്തായാലും ഇത്രയും കളഞ്ഞു. 4 പ്രതിസന്ധികൾ പോയിട്ടില്ല കേട്ടോ, അവിടെ ഉണ്ട്. പ്ലേസിലേക്ക് നിന്നോളൂ. 4 ബോട്ടിൽസ് പോയിട്ടില്ല, 4 പ്രതിസന്ധികൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഗെയിം എന്താന്ന് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ നെക്സ്റ്റ് ടീം വരുമ്പോ ഇതുപോലെ നോക്കി ചെയ്യുക. നിങ്ങൾക്ക് 1.5 മിനിറ്റേ ടൈം ഉള്ളൂ, വെറുതെ നമുക്ക് കളയാൻ ടൈം ഇല്ല. അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ ചെയ്യുക. നെക്സ്റ്റ് ടീം റെഡി? ടീം ബി ആരാ വരുന്നേ? വരൂ. Your time starts now.
ടൈം അപ്പ്. 5 ബോട്ടിൽസ് അവിടെ തന്നെ ഉണ്ടല്ലേ. 5 പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്ന് കളയാനേ പറ്റുന്നില്ല. ഓക്കെ, പ്ലേസിലേക്ക് നിന്നോളൂ. അപ്പൊ 5 ബോട്ടിൽസ് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ആദ്യം ടീം എ ചെയ്യുന്ന പോലെ നോക്കി ചെയ്യാൻ പറഞ്ഞുകൊണ്ടായിരിക്കും. അവര് 4 അവശേഷിപ്പിച്ചു, ഇവിടെ ഒരാൾ 5 ഉണ്ടാക്കി. അപ്പൊ നോക്കിയൊന്നും വേണ്ട, ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് ഔട്ട് ആവാതെ കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. നെക്സ്റ്റ് ടീം സി ആണ്. ആരാ വരുന്നേ? വരൂ. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Seconds. ടൈം അപ്പ്. കൊറേ ട്രൈ ചെയ്തു അല്ലേ? പ്ലേസിലേക്ക് നിന്നോളൂ. ആകെ ഒരു ബോട്ടിൽ മാത്രമേ പോകാനുണ്ടായിരുന്നുള്ളൂ. ചില പ്രതിസന്ധികൾ അങ്ങനെയാണ്, ജീവിതത്തിൽ നിന്ന് പോവില്ല. നമ്മൾ അത്രയും കഷ്ടപ്പെടണം, അത്രയും പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ വേണ്ടി വരും ചിലപ്പോ ആ പ്രതിസന്ധി നമ്മുടെ അടുത്തുനിന്ന് പോകാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്നത് ടീം ഡി ആണ്. എല്ലാം കണ്ടുപിടിച്ചല്ലോ? ഓൾ സെറ്റ്? ആരാ അവിടുന്ന്? ഓക്കെ, വാ. Your time starts now. Seconds more. Time up. എന്തു പറ്റി? വിചാരിച്ച പോലെ അങ്ങ് ശരിയായില്ലേ? എന്തു പറ്റി? പ്രതിസന്ധികള് 6 എണ്ണമാണ്. പോകുന്നില്ല ജീവിതത്തിൽ നിന്ന്. എന്താ ചെയ്യാ? മാക്സിമം ട്രൈ ചെയ്തു അല്ലേ? പോട്ടെ, നമുക്ക് ഇനി നെക്സ്റ്റ് ലെവലിൽ പിടിക്കാം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് സ്കോർ ചെയ്തതെന്ന്. ടീം എ 8 ബോട്ടിൽസ് ആണ് കളയാൻ സാധിച്ചത്. ടീം ബിക്ക് 7 ബോട്ടിൽസ് കളയാനായിട്ട് സാധിച്ചു. ആൻഡ് ടീം സി
11 ബോട്ടിൽസ് കളഞ്ഞു അല്ലെ. ഒരെണ്ണം മാത്രമാണ് അവിടെ സ്റ്റേൺ ആയിട്ട് നിന്നോളൂ. ആൻഡ് ടീം ഡി 6 ബോട്ടിൽസ് താഴെ കളഞ്ഞു. അപ്പൊ എന്തായാലും ഈ ഒരു ലെവൽ അവസാനിക്കുമ്പോ ലെവൽ വിൻ ചെയ്തിരിക്കുന്നത് ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻസ് ടീം സി. എത്ര പോയിന്റ്സ് കിട്ടി? 100. യെസ്, ടീം സിക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. അങ്ങനെ ഈ ഒരു ലെവൽ അവസാനിച്ചു. ഇനി നമുക്ക് പോകേണ്ടത് നെക്സ്റ്റ് ലെവലായ ലെവൽ 3യിലേക്കാണ്. ലെവൽ 3യിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് നല്ലൊരു ബൈബിൾ ഉപമയൊക്കെ എനിക്ക് പറഞ്ഞുതരാം? ടീം ബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിലെ ഭാഗം ഏതാണ്? സുഭാഷിതങ്ങളാണ്. എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്ത് പോരായ്മയാണ് ഉണ്ടാകുന്നത്, അതിനകത്ത് എന്തെങ്കിലും ഉത്തരം കാണും അതിനകത്ത്. ഓരോ അധ്യായത്തിലും നമുക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ടല്ലേ. ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാനായിട്ട്. അങ്ങനെ വായിച്ചു നോക്കാറുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ വായിച്ചു നോക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ സുഭാഷിതങ്ങളൊക്കെ നമുക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോയാലോ? നമുക്ക് പോകാം. ലെവൽ 3. ലെവൽ 3ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. 2 പാർട്ടാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് നമ്മുടെ ഗെയിം പാർട്ടാണ്. 2 ഒരു ബൈബിൾ കോട്ട് ഞാൻ പറയും. അത് വിത്തിൻ 30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ആരാണോ ഏറ്റവും ആദ്യം എടുത്ത് വായിക്കുന്നത് അവർക്കായിരിക്കും പോയിന്റ്. 50 പോയിന്റ്സ് ആണ് ലഭിക്കുക. ഗെയിമിന് 100 പോയിന്റ്സ്. ഗെയിം കളിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന സമയം 1 മിനിറ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഗെയിം ആണല്ലോ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഗെയിമിലേക്ക് പോവാം അല്ലെ. ഗെയിം ഇതാണ്. നിങ്ങളുടെ മുമ്പില് ട്യൂബ് ഒരു 6 എണ്ണം ഉണ്ട്, പല കളറിലുള്ളത്. ഇവിടെ ഒരു ട്യൂബ് ഉണ്ട് അല്ലെ, ഒരു ഗോൾഡൻ കളർ. അതിന് മുകളിലേക്ക് നിങ്ങളുടെ ബൗളിലിരിക്കുന്ന ബഡ്സ് ഓരോന്നായിട്ട് ഒരാൾ എടുത്ത് വെക്കുക. അടുത്തയാള് ബ്രഷ് ഉപയോഗിച്ച്, ബ്രഷ് കൈകൊണ്ടല്ല കേട്ടോ, ബ്രഷ് കടിച്ചു പിടിച്ച് അതില് വേണം, ആ ബ്രിസിൽസിന്റെ മുകളിൽ വേണം ഓരോ ബഡ്സും എടുത്ത് പതിയെ സാവധാനം നമ്മുടെ മുമ്പിലിരിക്കുന്ന 6 ട്യൂബിന് മുകളിലേക്ക് പ്ലേസ് ചെയ്യാം. പക്ഷെ സാവധാനം എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. 1 മിനിറ്റ് ടൈമുള്ളൂ. പക്ഷെ നിങ്ങൾ ഭയങ്കര തിരക്കൊന്നും കൂട്ടുകയും ചെയ്യണ്ട. കുറച്ച് സ്പീഡില് നിങ്ങളുടെ ആവശ്യത്തിനുള്ള സമയം നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ 1 മിനിറ്റ് ആണ് സമയമുള്ളൂ. ഇതില് ആരാണ് ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്യുന്നത് എന്നാണ് നോക്കുക. ഇപ്പൊ ഗോൾഡൻ കളറിലുള്ള ട്യൂബിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞ് ആ ബഡ്സ് താഴെ പോയാൽ പിന്നെ അത് എടുക്കാൻ പറ്റില്ല. അടുത്തത് വേറെ എടുത്ത് വെച്ച് കൊടുത്തോണം. അത് അടുത്ത സഹായി ചെയ്ത് കൊടുത്തോളണം. അപ്പൊ ഇനി ഗെയിമിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1 മിനിറ്റ് ആണ് ടൈം. 100 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നേടാൻ പോകുന്നത്. റെഡി? റെഡി. അപ്പൊ ആരൊക്കെയാന്നൊക്കെ തീരുമാനിച്ചല്ലോ എടുക്കേണ്ടതൊക്കെ. റെഡി? നമുക്ക് പോകാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക. വേഗം വേണം. നിങ്ങളുടെ കൈ തന്നെ തട്ടി താഴെ പോവരുതേ. ടൈം അപ്പ്. ആരൊക്കെ എന്തൊക്കെ ചെയ്തു നോക്കട്ടെ. ടീം എ 5 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ടീം ബി 4 എണ്ണം അല്ലെ, 4 എണ്ണം കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ആൻഡ് ടീം സി ഒരെണ്ണം വെച്ച് താഴെയും പോയി. അല്ല, ഒരെണ്ണം കറക്റ്റ് ആയിട്ട് വെച്ചു. ഓക്കെ. ആൻഡ് ടീം ഡി ഒരെണ്ണം. എന്ത് പറ്റി? ഭയങ്കര സ്മാർട്ടായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്തു വന്നാണല്ലോ. കിട്ടുന്നുണ്ടായിരുന്നില്ല, താഴെ പോവായിരുന്നോ? കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ലെവലില് നമുക്ക് പിടിക്കാം. അപ്പോ ഈ ഒരു ലെവല് വിൻ ചെയ്തിരിക്കുന്നത് ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതിന്റെ ഒരു പാർട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ ടീം എക്ക് ലഭിക്കുന്നത് 100 പോയിന്റ്സ്. ഇനി എന്നാൽ നമുക്ക് ബൈബിൾ കോട്ടിൽ ഒന്ന് നോക്കാം അല്ലെ. അതിനകത്ത് നമുക്കൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ്
പാർട്ട് 2 ആണ് ബൈബിൾ കോട്ട്. ഞാനിപ്പോ പറയും. 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ടൈം. ഞാൻ ആ ബൈബിൾ കോട്ട് ഒറ്റ തവണയെ പറയത്തുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾ അത് എടുത്ത്, അതായത് ടൈം സ്റ്റാർട്ട്സ് പറയുമ്പോൾ മാത്രമാണ് ബൈബിൾ എടുത്ത് നോക്കാൻ പോളൂ. 30 സെക്കൻഡ്സ് ആണ് ടൈം. ആരാണോ ഏറ്റവും ആദ്യം എടുക്കുന്നത് അവര് ഹാൻഡ് റേസ് ചെയ്യുക, വായിക്കുക. അത് രണ്ടും ഒരുമിച്ചായിരിക്കണം. ചിലപ്പോ ആരെങ്കിലും ഒരാൾ ഹാൻഡ് റേസ് ചെയ്തു, വായിക്കുന്ന വേറെ ആളാണെങ്കിൽ മാർക്ക് അങ്ങനെ പോകുന്നുണ്ട്. ഹാൻഡ് റേസ് ചെയ്യുക, വായിക്കുക. റെഡി? ബൈബിൾ കോട്ട് ഇതാണ്. യെശയ്യ 33 അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിതറിപ്പോകും. കമ്പിളിപ്പുഴു തിന്നു കൂട്ടുന്ന പോലെ കൊള്ളം മുതൽ വാരിക്കൂട്ടും. വെട്ടുകിളികളെ പോലെ അവർ അതിന്മേൽ ചാടി വീഴും. യെസ്, റൈറ്റ് ആണ്. ടീം ഡിക്ക് ലഭിക്കുന്നത് 50 പോയിന്റ്സ്. അങ്ങനെ നമ്മുടെ ലെവൽ 3 അവസാനിച്ചു അല്ലെ. 2 പാർട്ടായിരുന്നു. ആ 2 പാർട്ടിനും എത്രയൊക്കെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ടീം എ ആണ് ഗെയിം വിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ തന്നെ ഈ ലെവലിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ബൈബിൾ കോട്ട്സ് എടുത്ത് വായിച്ച് ടീം ഡി ആണ് മുന്നിലെത്തിയിരിക്കുന്നത് അല്ലെ. വേഗം തന്നെ വായിച്ചു. എനിക്ക് തോന്നുന്നു 30 സെക്കൻഡ്സിന്റെ പകുതി പോലും വേണ്ടി വന്നില്ല. എപ്പോഴും ബൈബിളൊക്കെ വായിക്കോ? ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടല്ലേ. അതാണ് കണ്ടോ, നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ വരുമ്പോ നമുക്ക് അത്രയും സ്പീഡിൽ എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. എന്തായാലും ടീം ഡി നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. ടീം ഡിക്ക് ലഭിക്കുന്നത് 50 പോയിന്റ്സ്. കൺഗ്രാറ്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സമയമാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചു വരുമായിരുന്നു, ഏത് അധ്യായമാണ് ബൈബിളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും ആദ്യം ഈ ഒരു അധ്യായം വായിക്കാം എങ്കിൽ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടും, സുഖം കിട്ടും എന്ന് തോന്നുന്ന ഒരു അധ്യായം ഏതാ? അധ്യായമല്ല, പ്രഭാഷകനാണ് വായിക്കാറ്. പ്രഭാഷകനാണ് വായിക്കാറ്. എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടാൻ കാരണം? എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഉണ്ടാവും അതില്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സൊല്യൂഷനാ അതിൽ നിന്ന് കണ്ടുപിടിച്ചത്? അങ്ങനെയല്ല, എപ്പോഴും ഇടക്കിടക്ക് നോക്കും. അപ്പൊ നമുക്ക് ഓരോ ഉപമകളല്ല, ഉപദേശങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട് അല്ലെ. ടീം ഡി, എന്താണ് നിങ്ങൾക്ക് ഏത് ബൈബിൾ ഭാഗമാണ് ഇഷ്ടം? ഏത് ബൈബിളാണെന്ന് വെച്ചാല് ഞാൻ ടോട്ടൽ ബൈബിൾ ഇഷ്ടമാണ്. എന്നാലും നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് എന്തായിരിക്കും? വചനം. ഏത് വചനാണ്? അപ്പോസ്തല പ്രവർത്തനം 13:47. 13:47. ആ വചനം ഇപ്പൊ പറയാൻ പോവാണോ? പറയാം. അപ്പോസ്തല പ്രവൃത്തികളാണോ ഉൽപ്പത്തിയാണോ? ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാല് ഞാൻ ടോട്ടലി എനിക്ക് ബൈബിൾ ഇഷ്ടമാണല്ലേ. അതിൽ 6ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ബൈബിളെ. അതായത് ബൈബിൾ പഠിക്കുന്നു എന്ന് പറയുമ്പോ അതായത് കുറെ ബുക്സ് ഒക്കെ വെച്ച് അങ്ങനെ പഠിക്കുന്നതാണോ? അത് മലയാളം പഠിച്ചത് ബൈബിൾ വായിച്ചിട്ടാ പഠിച്ചത്. ഓക്കെ. അപ്പൊ അന്ന് മുതല് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കാണാതെ പഠിക്കുവാണോ? എനിക്കത് ശരിക്കും മനസ്സിലാവുന്നില്ല. അതിന്റെ റീസൺ ചോദിക്കുമ്പോ ഓൺ ദ സ്പോട്ടിൽ ആൻസർ ഇടുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലേ ബൈബിളിനോട് തുറക്കുമ്പോ ആൻസർ കിട്ടും. അപ്പം അങ്ങനെ വായിച്ച് ഓരോ ചാപ്റ്റർ ബൈഹാർട്ടാക്കി. പിന്നെ അബൌട്ട് 100 വേർഡ്സ് പഠിച്ചു. അങ്ങനെയാണ്. ഏത് ചാപ്റ്റർ ബൈഹാർട്ട്? ചാപ്റ്റർ ഉൽപ്പത്തിയുടെ പുസ്തകവും 1-ാം അധ്യായം 1 തൊട്ട് 8 വരെ. പിന്നെ യേശുവിന്റെ ജനത്തെ കുറിച്ച് അറിയിപ്പ് ഫുള്ള്. പിന്നെ സുഭാഷിതം 16:1 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഏതാ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? യേശുവിന്റെ ജനത്തെ കുറിച്ച് അറിയിപ്പ്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ടഫല്ലേ? ആ ജനത്തെ കുറിച്ച് ഓരോരുത്തരും ഇന്ന ആളുടെ മകൻ. അത് ആ ഒരു ഭാഗം പഠിക്കണമെങ്കിൽ പഴയ നിയമത്തിൽ യേശുവിനെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രവചന ഭാഗങ്ങൾ അറിഞ്ഞിരുന്നാല് അത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാരാണ് പറഞ്ഞു തന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു. കൊള്ളാം. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ ഏതാ പറയാവുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം വാക്യങ്ങൾ
26 മുതൽ 38 വരെ. 6-ാം മാസം ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ഗബ്രിയേൽ ദൂതൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. മറിയം എന്നായിരുന്നു അവളുടെ പേര്. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. അപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കുമായി ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. അപ്പോൾ മറിയം ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിതാ 6-ാം മാസമാണ്. അപ്പോ ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. നല്ല കൈയ്യടി കൊടുക്ക. ബൈബിൾ വചനങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പറ്റിയ വലിയ കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾക്കിപ്പോ ഒരു പ്രാർത്ഥനയുടെ ഇടയിൽ പോലും നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ബൈബിൾ വചനങ്ങൾ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുതലാണ് എന്ന് പറയുന്നത്. കാരണം ഓരോ വചനവും എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നമ്മൾ വചനം എടുത്ത് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നന്നായിട്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. കഴിവുകൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ കിള്ളി എടുത്തതാണ്. എന്തായാലും നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തു. നമുക്കിനി ഈ ഒരു ഊർജ്ജമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. നമുക്ക് പോകാം ലെവൽ 4. ലെവൽ 4-ന് കുറച്ചേറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇതിനകത്ത് ഗെയിം വരുന്നുണ്ട്, ഒപ്പം ഒരു ക്വസ്റ്റ്യൻ ആൻസറും വരുന്നുണ്ട്. അതും 2 പാർട്ടായിട്ടാണിത്. ആദ്യത്തെ പാർട്ടില് ഒരു ഗെയിമും വരുന്നു, ക്വസ്റ്റ്യൻ ആൻസറും വരുന്നു. ദെൻ അടുത്തതിലും ഒരു ഗെയിമും പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസറും വരുന്നു. അപ്പോൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ടോട്ടലായിട്ട് ഈ ഒരു ലെവലിന് 4th ലെവലിന് 200 പോയിന്റ്സ് ആണ് ലഭിക്കുക. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് 100, ഗെയിമിന് 50, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിന് 50, ദെൻ അതുപോലെ തന്നെ 50-50, അങ്ങനെ ടോട്ടൽ 200 പോയിന്റ്സ്. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ് 4th ലെവൽ. അത് മനസ്സിലിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോവാം അല്ലെ. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു ഗെയിം വരുന്നുണ്ട്, അതിനൊപ്പം തന്നെ ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഗെയിമിലേക്ക് പോവാം അല്ലെ. അപ്പൊ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് എല്ലാവരും കയ്യിൽ കാർഡ് എടുക്കുക. 30 seconds ആണ് നിങ്ങൾക്ക് സമയം ലഭിക്കുക. അതിനുള്ളിൽ എഴുതുക, കാർഡ് മറച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയത് ഏത്? എഴുതുക, മറച്ചു വെക്കുക. ഇത് കഴിഞ്ഞാൽ മറച്ചു വെച്ചോളൂ. ടൈം അപ്പ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ ഇരിക്കട്ടെ. ആൻസർ ഒക്കെ എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഗെയിമിലേക്ക് പോവാം അല്ലെ. അപ്പോ ടീം എയും ബിയും ഇവിടെ ചെയ്യുന്ന ഗെയിം വേറെയാണ്, സിയും ഡിയും ഇവിടെ ചെയ്യുന്ന ഗെയിം വേറെയാണ്. അപ്പൊ ആദ്യം എയും ബിയും ചെയ്യുന്ന ഗെയിമിലേക്ക് പോവാം. നമുക്ക് നിങ്ങളുടെ കയ്യില് ബലൂൺസ് ഉണ്ട്. ഈ ബലൂൺ ഉപയോഗിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന ഗ്ലാസുകൾ, എത്ര ഗ്ലാസുകളാണ്? 4. അത് 4, ഇവിടെ 6. അപ്പോ 10 ഗ്ലാസുകളുണ്ട് അല്ലെ. 10 ഗ്ലാസുകൾ വെച്ചിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കുകയാണ്. പക്ഷെ നമ്മൾ കൈകൊണ്ടല്ല ഉണ്ടാക്കേണ്ടത്. ബലൂൺ ഉപയോഗിച്ച്, ബലൂൺ വീർപ്പിച്ച് ഓരോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും വെച്ച് ആ ബലൂൺ ഉപയോഗിച്ച് അതിന്റെ ആ വായു ഉപയോഗിച്ചുള്ള അത് വെച്ചിട്ട് വേണം ഓരോന്നിലേക്കും വെക്കാനായിട്ട്. താഴെ 4, then 3, 2, 1 അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 1.5 മിനിറ്റ് ആണ്. 1.5 മിനിറ്റ് സമയത്തിനുള്ളിൽ വേണം ഇത് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോ എയും ബിയും ഈ ഗെയിം ഇവിടെ ചെയ്യുന്നു. സിയും ഡിയും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ഗെയിമാണ്. ഒരു ബൗളില് ധാരാളം പേൾസ് ഉണ്ട്, വേറൊരു ഗ്ലാസ് ബൗളില് വെള്ളമുണ്ട്, അതിന്റെ ഉള്ളിലാണ് ചെറിയ മറ്റൊരു ഗ്ലാസ് ബൗൾ ഉള്ളത്.
നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഒരു ടേബിളിലേക്ക് ഓരോ പേൾസും ഇട്ട് അത് പൊങ്ങി വെള്ളത്തിന് വീഴാതെ ഉള്ളിലുള്ള ഗ്ലാസ് ബൗളിന് അകത്ത് വീഴണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. 1.5 മിനിറ്റ് ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും, 2 ടീമിനും. ഇപ്പൊ നിങ്ങൾ ഒറ്റ ടീമായിട്ട് ഇരിക്കാനുണ്ടോ? 2 ടീമിനും ഉള്ള സമയം 1.5 മിനിറ്റ് ആണ്. അപ്പോ നിങ്ങൾ വേറെ ഗെയിം ചെയ്യുന്നു, നിങ്ങൾ വേറെ ഗെയിം ചെയ്യുന്നു. റെഡിയാണോ? റെഡി. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ എന്തൊരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, നോ ഡൗട്ട്. എന്നാ പിന്നെ ഗെയിമിലേക്ക് പോവാ അല്ലേ? പോയിന്റ്സും അറിയാലോ എത്ര വീതമാണെന്ന്. 50 പോയിന്റ്സ് ആണ് ലഭിക്കുക. റെഡി? യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബൗൺസ് ചെയ്ത് പോവാതെ പതിയെ എറിഞ്ഞു നോക്കും. പതിയെ അവിടെ കുത്തിയിട്ടാണ് പോകുന്നത്. Thirty seconds more. Only 10 seconds. Time up. ടീം എ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം എത്തിയത് ടീം ബി ആണ്. ഓക്കെ, ആൻഡ് ടീം സി ആൻഡ് ഡി എത്ര പേഴ്സ് വീതം കിട്ടി? 8 എണ്ണം. 8 എണ്ണം കറക്റ്റ് ആയിട്ട് അവിടെ ഒന്നും വീണില്ല. കുറെ ട്രൈ ചെയ്തു അല്ലേ? എനിക്കൊന്നത് ബൗൺസ് ചെയ്തങ്ങ് പോവാണ്. അപ്പൊ കുറച്ച് ഫോഴ്സ് ബൗൺസ് ചെയ്തങ്ങ് പോവും. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കുറച്ച് പതിയെ ഇട്ടാൽ മതിയായിരുന്നു. നിങ്ങൾ അത്രയും ഫോഴ്സ് ചെയ്ത് ഇടുമ്പോഴാണ് അതിനകത്തും തട്ടി അങ്ങ് പോകുന്നത്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, മാക്സിമം ട്രൈ ചെയ്തല്ലോ. അപ്പൊ ടീം സി ഇവിടെ വിൻ ചെയ്തിരിക്കുന്നു, ഇവിടെ ടീം ബി. അപ്പൊ എന്തായാലും ഇനി നിങ്ങളുടെ തന്നെ കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. എന്താണ് ആൻസർ? വിശുദ്ധ ലൂക്ക പോയി, അവിടെ പോയി. സി എന്താണ് എഴുതിയിരിക്കുന്നത്? മർക്കോസ്. റൈറ്റ് ആണ്. അപ്പൊ ഈ ഒരു ലെവലില് ഒരു പാർട്ട് അവസാനിക്കുമ്പോ ടീം സിക്ക് ലഭിക്കുന്നത് എത്ര പോയിന്റ്സാ? 100 പോയിന്റ്സ്. കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തതിനും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഗെയിം ചെയ്തതിനും 100 പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ടീം സിക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. ടീം ബിയിലേക്ക് നോക്കുവാണെങ്കിൽ 50 പോയിന്റ്സ് പോയല്ലേ? എന്തു പറ്റി? അതും കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നോ 100 പോയിന്റ്സ്? എന്തു പറ്റി? മറന്നുപോയോ? എന്തായാലും ടീം ബിക്ക് ലഭിക്കുന്നത് 50 പോയിന്റ്സ്. അപ്പോ ഇനി നമുക്ക് സപ്പോർട്ടിംഗ് പോയിന്റ്സ് നോക്കാം. ടീം ഡി എന്താണ് എഴുതിയിരിക്കുന്നത്? മർക്കോസ്. ആൻഡ് ടീം എ? മർക്കോസ്. റൈറ്റ് ആണ്. അപ്പൊ ടീം ഡിക്കും ടീം എക്കും ലഭിക്കുന്നു 50 പോയിന്റ്സ് ഈച്ച്. മർക്കോസിന്റെ സുവിശേഷത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, ഏറ്റവും ചെറിയതാണ്. അതിനകത്ത് എത്ര അധ്യായങ്ങളുണ്ടെന്ന് അറിയാമോ? 16. എത്ര വാക്യങ്ങൾ? ചിലതിങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. 661 വാക്യങ്ങളാണുള്ളത്. അപ്പൊ നേരെ തിരിച്ചിട്ടാ മതി. 16, 661. അപ്പൊ അങ്ങനെ ചില ട്രിക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എത്ര വാക്യങ്ങളാ? 661 വാക്യങ്ങള്. അധ്യായങ്ങള് 16. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം അല്ലെ? ലെവൽ 4 തന്നെ നെക്സ്റ്റ് പാർട്ട് ഇതേപോലെ തന്നെയാണ്. ഗെയിം നേരെ തിരിച്ചു വരുന്നു. എയും ബിയും ചെയ്യുന്ന ഗെയിം സിയും ഡിയും ചെയ്യുന്നു. സിയും ഡിയും ചെയ്തത് എയും ബിയും ചെയ്യുന്നു. തിരിച്ചു നോക്കാം അല്ലെ?
ഓക്കെ, നമുക്ക് പോകാം പാർട്ട് 2 ഗെയിമിലേക്ക്. സ്നേഹത്തിന്റെ, കരുതലിന്റെ, വിശ്വസ്തതയുടെ പര്യായം കുടുംബം. വയസ്സിൽ താഴെയുള്ള ദമ്പതികൾക്കായി ഇതാ ഗുഡ്നസ് ടിവി ഒരുക്കുന്ന ഒരു പുതുമയാർന്ന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ദമ്പതികൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9741455533. ഏദൻ തോട്ടം, the symbol of love. ഇപ്പോൾ ലെവൽ 4 പാർട്ട് 2 ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. പാർട്ട് 2 ഗെയിമും ഉണ്ട്, ക്വസ്റ്റ്യനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഞാൻ ആദ്യം പറഞ്ഞതൊന്നും തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എല്ലാരും കാർഡ് എടുത്തോളൂ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ നിങ്ങൾക്ക് 30 seconds ആണ് ടൈം. ക്വസ്റ്റ്യൻ ഇതാണ്. റെഡി? 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതം ഏത്? 4 സുവിശേഷത്തിൽ ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതം ഏത്? എഴുതി കഴിഞ്ഞാൽ മറച്ചു വയ്ക്കാം. ടൈം അപ്പ്. എല്ലാവരും കാർഡ് മറച്ചു വെച്ചല്ലോ. ഗെയിമിലേക്ക് പോവാഞ്ഞേ? ഗെയിം അറിയാലോ. ടീം എയും ബിയും ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ബൗളിൽ നിന്ന് ബോള് ഈ ഒരു ടേബിളിൽ കുത്തി അത് ആ ബൗളിലേക്ക്, ഗ്ലാസ് ബൗളിലേക്ക് വീഴണം. ഗ്ലാസ് ബൗളില് മറ്റൊരു ചെറിയ ബൗളുണ്ട്, അതിനകത്താണ് വീഴേണ്ടത്, വെള്ളത്തിലല്ല. അപ്പൊ അത് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് അകലമൊക്കെ പിടിച്ച് പതിയെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കിടന്നോളും. ബൗൺസ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതാണ് നിങ്ങളുടെ ഗെയിം. 1.5 minute ആണ് ടൈം. നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗെയിമിനായിട്ട് 50 points ആണ്. സി ഡി നിങ്ങൾ ഒരു പിരമിഡ് ഉണ്ടാക്കുകയാണ്. അത് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട്, കൈകൊണ്ടല്ല, ബലൂൺ ഉപയോഗിച്ച് ബലൂൺ വീർപ്പിച്ച് ആ ബലൂൺ വീർപ്പിച്ചത് വെച്ചിട്ട് വേണം ഓരോന്നും കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട്. കൈ പിടിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ഗെയിം. 50 points ആണ്. 1.5 minute ആണ് ടൈം. റെഡി? നോക്കാം നമുക്ക്. യെസ്, ബലൂണൊക്കെ താഴെ വെച്ചോ. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അങ്ങനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് വെക്കണ്ട കേട്ടോ. അതെവിടെ ഇരിക്കുന്നു അതിനകത്തേക്കാണ്. അറ്റ് ടൈം ഒരാളെറിയ, 2 പേര് എറിയുന്നെന്താ? Seconds more. Try ചെയ്തോ. ടൈം അപ്പ്. അങ്ങനെ ഗെയിം കഴിഞ്ഞു. നമുക്ക് നോക്കാം അല്ലെ. ടീം എ എത്ര പേൾസ് ഇട്ടു? 19 എണ്ണം. ഓ സൂപ്പർ. ടീം ബി 2 പേൾസ് ആണ് ഇടാനായിട്ട് സാധിച്ചുള്ളൂ. ടീം സി ഇത്രയും വെച്ചു. പക്ഷെ എന്നാലും നോക്കുമായിരുന്നെങ്കിൽ ഇച്ചിരി സ്പീഡിന് പോയിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് വെക്കായിരുന്നു. ആ പിരമിഡ് ആകൃതിയിൽ വെക്കായിരുന്നു. ഡിക്ക് എന്താ പറ്റിയേ? ഞാൻ എപ്പോഴും പറയാറില്ലേ, അടിത്തറ നന്നെങ്കിൽ എല്ലാം നന്നു. ആ അടിത്തറ ആ ഒരു 4 എണ്ണം കഴിഞ്ഞ് 3 എണ്ണം കഴിഞ്ഞ് പിന്നെ ആ 2 എണ്ണം വെച്ചില്ല. ആ 2 എണ്ണത്തിൽ ഒരെണ്ണം ചെരിഞ്ഞായിരുന്നു. അത് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരെണ്ണം വെക്കുമ്പോൾ താഴെ പോവില്ലായിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് മുഴുവൻ താഴെ പോയി. കാര്യമൊന്നും വേണ്ട.
ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്കിനി നോക്കാം. സ്കോറ് ടീം എ ആണ് ഈ ഒരു ഗെയിം ലെവലില് വിൻ ചെയ്തിരിക്കുന്നത്. ടീം എയും ടീം സിയും ആണ്. കൺഗ്രാറ്റുലേഷൻസ് ടീം എ ആൻഡ് സി. $50 points ഈച്ച് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇനി പാർട്ടില് ഒരു ഭാഗം കൂടെ ബാലൻസ് ഉണ്ടല്ലേ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണോ എന്ന് നമുക്ക് നോക്കാം. ടീം എ എന്താണ് എഴുതിയിരിക്കുന്നത്? ഖാനായിലെ കല്യാണ വിരുന്ന്. നോക്കട്ടെ, കറക്റ്റ് ആണോ? 4 സുവിശേഷത്തിലും വന്നിരിക്കുന്നത് അതാണോ? റോങ് ആൻസർ ആണ്. ടീം സി അപ്പം വർദ്ധിപ്പിക്കുന്നു. യെസ്, റൈറ്റ് ആണ്. അപ്പോ ഇതിനകത്ത് ടീം സി കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് സപ്പോർട്ടിംഗ് പോയിന്റ്സ് നോക്കാം. ടീം ഡി എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പം വർദ്ധിപ്പിക്കുന്നു. ടീം ബി കാനാവിലെ കല്യാണം. ഈ സൈഡിലേക്ക് കാനാവിലെ കല്യാണം ആയി പോയല്ലേ. റോങ് ആൻസർ ആണ്. ടീം സിയും ഡിയും ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വിൻ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. എത്ര പോയിന്റ്സ് കിട്ടും ഇതിന് മാത്രം? 100. ഇതിന് മാത്രം ക്വസ്റ്റ്യൻ ആൻസറിന് മാത്രം 50 points ഈച്ച്. സി ആൻഡ് ഡി 50 points ഈച്ച്. അങ്ങനെ 4th ലെവല് അവസാനിച്ചു കഴിഞ്ഞു അല്ലെ. 4th ലെവൽ അവസാനിക്കുമ്പോൾ നമുക്ക് സ്കോർ നോക്കാം. ടീം എക്ക് ലഭിക്കുന്നത് 100 points ആണ്. ആൻഡ് ടീം ബി 50 points. ടീം സി 200 points. ആൻഡ് ടീം ഡി 100 points. അപ്പോ ലെവൽ 4th അവസാനിക്കുമ്പോ വിൻ ചെയ്ത് നിൽക്കുന്നത് ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻ ടീം സി. ടീം സിക്ക് ലഭിക്കുന്നു 4th ലെവലില് 200 points. ഇനി ലെവൽ ഉണ്ടോ മുന്നോട്ട് പോവാൻ? ഇല്ല അല്ലെ? ഉണ്ടോ? ഇല്ല. വേണമെന്നുണ്ടോ ഒരു ലെവലും കൂടെ? ആർക്കെങ്കിലും വേണമെന്നുണ്ടോ ഒരു ലെവലും കൂടെ? പക്ഷെ തരാൻ പറ്റില്ല. 4th ലെവൽ വരേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ലെവൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇന്നത്തെ എപ്പിസോഡ് വിൻ ചെയ്ത് സെമി ഫൈനൽസിലേക്ക് ആരാ പോകുന്നതെന്ന് നോക്കണ്ടേ? സ്നേഹത്തിന്റെ, കരുതലിന്റെ, വിശ്വസ്തയുടെ പര്യായം കുടുംബം. വയസ്സിൽ താഴെയുള്ള ദമ്പതികൾക്കായി ഇതാ ഗുഡ്നസ് ടിവി ഒരുക്കുന്ന ഒരു പുതുമയാർന്ന പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ദമ്പതികൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9741555533. ഏദൻ തോട്ടം, ദ സിംബൽ ഓഫ് ലവ്. ഇനി ടോട്ടൽ സ്കോർ നമുക്ക് നോക്കാം അല്ലെ. ലെവലുകളെല്ലാം അവസാനിച്ചു. നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് വിൻ ചെയ്ത് ആരാണ് സെമി ഫൈനൽസിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. ടീം എ നേടിയിരിക്കുന്നത് 250 points ആണ്. ടീം ബി 50 points ആണ് നേടിയിരിക്കുന്നത്. ആൻഡ് ടീം സിക്ക് ലഭിക്കുന്നത് 300 points ആണ്. ആൻഡ് ഡി 150 points. ഈ ഒരു എപ്പിസോഡ് വിൻ ചെയ്ത് സെമി ഫൈനൽസിലേക്ക് കയറുന്നത് ടീം സി ആണ്. തൃശൂർ രൂപത സെന്റ് ജോസഫ് ചർച്ച് പാറന്നൂരിൽ നിന്നെത്തിയ ലിയ വിയൽ ആൻഡ് സ്റ്റെഫി ഫിലിപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. എത്ര പോയിന്റ്സ് കിട്ടി? 300 പോയിന്റ്സുമായിട്ടാണ് ഇവർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലൊരു കളർഫുൾ എപ്പിസോഡാണ് കഴിഞ്ഞു പോയതല്ലേ. എല്ലാവരും അവരവരുടെ മാക്സിമം ട്രൈ ചെയ്തോ? അത് പകുതി വീട്ടിൽ വെച്ചിട്ടാണോ വന്നത്? അവരവരുടെ ലെവൽ ബെസ്റ്റ് ചെയ്തോ? എങ്കിൽ പിന്നെ നമുക്ക് സങ്കടപ്പെടാനില്ല അല്ലെ. നമ്മുടെ ലെവൽ ബെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. എന്തായാലും ടീം സി ആണ് സെമി ഫൈനൽസിലേക്ക് പോകുന്നത്. താൽക്കാലികമായിട്ട് തിയോഫനി ഗെയിം ഷോയിൽ നിന്ന് പുറത്താവുകയാണ് ടീം എയും ഡിയും. നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റും മൊമെന്റോയും ഞാനിപ്പോ നൽകുന്നു.
അങ്ങനെ മറ്റൊരു കളർഫുൾ എപ്പിസോഡ് കൂടെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി കഴിഞ്ഞു. നല്ല കുറച്ച് സമയങ്ങളാണ് നമുക്ക് കിട്ടിയത് അല്ലെ. നമ്മുടെ എല്ലാം ലെവൽ ബെസ്റ്റ് പുറത്തെടുക്കാൻ പറ്റിയ സമയം. മാക്സിമം ട്രൈ ചെയ്തു എല്ലാവരും. ഒരാൾക്കേ ഫസ്റ്റ് കിട്ടുള്ളൂ അല്ലെ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല. സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് പിരിയാം. അപ്പൊ നല്ലൊരു എപ്പിസോഡാണ് കടന്നുപോയത്. വീണ്ടും മറ്റു നല്ല നല്ല എപ്പിസോഡുകളും ഗെയിമുകളും ചിന്തകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇത്തിരി നേരം ഒത്തിരി ചിന്ത ടിയോഫിനി ഗെയിം ഷോയിൽ നിന്ന് വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ. തോളമല്ല പോരാ പോരാ, അരയോളമല്ല പോരാ പോരാ. Your time starts now.